നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വശം എന്ന് പറയുന്നത്, ഒന്ന് ഈ വാസ്തവത്തിൽ ചീഞ്ഞളിഞ്ഞു കിടക്കണ ഒരവസ്ഥ. എന്നാൽ ഇവിടെ നിൽക്കുന്ന ആളോ നസ്രായനായ യേശുക്രിസ്തുവാണ്. അവിടെ കിടക്കുന്ന ആളോ ചീഞ്ഞളിഞ്ഞു കിടക്കുന്നു. പക്ഷെ ഈശോ പറയാണ്, നീ എന്നിൽ വിശ്വസിക്കുമെങ്കിൽ ഈ ചീഞ്ഞളിഞ്ഞ നിന്റെ സഹോദരൻ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാ പിന്നെ അതങ്ങ് നടത്തിക്കൂടെ? എന്തിനാ ഇവളുടെ വിശ്വാസത്തിന്റെ ആവശ്യം? അവിടെയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയുടെ കഴിവ്. കർത്താവ് ആഗ്രഹിക്കേണ്ടത് എന്തിനാണ് ഇവള് വിശ്വസിക്കാൻ പറയണത്? അങ്ങ് നടത്തുക കർത്താവേ. ഇല്ല, അത് പറ്റില്ല. മനസ്സിലായോ? കർത്താവിനെ ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ ആവശ്യം ഈ വിശ്വാസത്തിന്റെ പ്രവർത്തനം. ഇത് വിശ്വാസത്തിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. നീ ഇത് വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ഈ മാർത്ത. നമ്മൾ ഒരാൾ വിശ്വസിക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ അനേകം ലാസർമാർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഉച്ചത്തിലൊക്കെ പ്രാർത്ഥിച്ചോ, പക്ഷേ വിശ്വാസത്തിൽ ഒരു വലിയ ചലനമാണ് അവിടെ. കർത്താവ് അന്ന് അവരുടെ മുമ്പിലുണ്ടായിരുന്ന പോലെ നമ്മുടെ അടുത്തുണ്ട്. കർത്താവ് രോഗശാന്തിയൊക്കെ തരും, കർത്താവ് പനി മാറ്റും, കർത്താവ് അങ്ങനെയല്ല അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ കർത്താവ് അതൊന്ന് മാറ്റി കാണിച്ചു കൊടുക്കാണ്. കർത്താവ് അത് മാറ്റി കാണിച്ചു കൊടുക്കണം. എന്താ? ഞാൻ അങ്ങനെ ഒരു രോഗശാന്തിയൊക്കെ തരുന്ന ഒരാൾ മാത്രമല്ല, ഞാൻ ജീവന്റെ ഉടയവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. ഈ ആദ്യകാലങ്ങളിൽ, സഭയുടെ ആദ്യകാലങ്ങളിൽ ഒരുപാട് പേരിങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നു. അപ്പസ്തോലന്മാർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഒരു സാധാരണ വരമാണ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തും, മരിച്ചവരെ ഉയർപ്പിക്കും എന്നുള്ളത്. പക്ഷേ നമ്മൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശുവിന്റെ ശക്തി എന്നത് ഈ ഉത്ഥാനത്തിൽ, അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ശരീരങ്ങളെ വിസ്മരണീയമായി ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ നവീകരണം എന്ന് പറയുന്നത്. നമ്മളിൽ ചീഞ്ഞളിഞ്ഞിട്ടുള്ള പലതിനെയും നവീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. വിശ്വാസത്തിന്റെ കൂദാശകളായ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും കുർബാനയിലൂടെ എല്ലാം ഈ ഉയർപ്പിന്റെ ശക്തി, അതാണ് പരിശുദ്ധാത്മശക്തി. അപ്പോ മാർത്ത വിശ്വസിച്ചപ്പോൾ ഇതാ ഇത്രയും ജനങ്ങൾ അവിടെ കൂടിയിരിക്കുന്നു. ഈശോ പറയുകയാണ്, പിതാവേ, ഞാൻ ചോദിക്കുന്ന എന്തും അങ്ങ് തരുമെന്നതിന് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഈ സമൂഹം മുഴുവനും വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. മാർത്ത അവിടെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നീയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന രക്ഷകനായ ദൈവം, നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ചീഞ്ഞളിഞ്ഞ സഹോദരനിലേക്ക് നിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുത ശക്തി ഇതാ ചീഞ്ഞളിഞ്ഞ ലാസറിലേക്ക് ഒഴുകുന്നു. ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ കോശങ്ങളിലേക്ക് ലാസറിന്റെ ആത്മാവ് ഇതാ തിരിച്ചു വരുന്നു. മരിച്ച ലാസറിന്റെ ആത്മാവ് ലാസറിൽ
കൊടുങ്കാറ്റ് വീശണമോ? വേണോ? നവീകരണത്തിനൊരു നവീകരണം വേണമോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഉണർവിൻ കൊടുങ്കാറ്റേ, ഇതാ ആ ഉത്ഥാനത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി ഇവിടെ എല്ലാം വീശണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശബ്ദം ഉയർത്തി